ഈ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന എലിമെന്ററി കനാൽ ഓഫ് ഹ്യൂമൻ. നമ്മൾ കഴിഞ്ഞ സെഷനിൽ ബക്കൽ ക്യാവിറ്റിനെ പറ്റി പറഞ്ഞു അല്ലെ. ബക്കൽ ക്യാവിറ്റിയിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് പറഞ്ഞു. ഗ്ലാൻസ് നമ്മൾ പറഞ്ഞിട്ടില്ല. ബക്കൽ ക്യാവിറ്റിയിലുള്ള ഗ്ലാൻസിന് നമ്മൾ പറയണേ ഉള്ളൂ കേട്ടോ. ആ എലിമെന്ററി സിസ്റ്റം കനാൽ മാത്രമാണ് ഇപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. Now the next portion, the buccal cavity, it opens to the next region of the alimentary canal, that is nothing but pharynx. ഞാൻ ഇവിടെ ഡയഗ്രാം വരച്ചു വെച്ചിട്ടുണ്ട്. See here, this is mouth and this is buccal cavity or oral cavity. Oral cavity, it opens to the region called as pharynx. Pharynx ന്റെ നീളം വന്നിട്ട് 12 cm ലെങ്ത് ആണ് കേട്ടോ. Pharynx, it has the length of 12 cm. Pharynx, its length is 12 cm. നമ്മൾ പഠിച്ച എന്താ, the elementary tract it will be 6 to 8 meter long, sorry 8 to 10 meter long എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പോൾ അതിനകത്ത് ഇത് ഫാരിങ്സ് ഓരോ പാർട്ടിന്റെ നീളം എത്രയൊക്കെയാണെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. സോ ഹിയർ ഇറ്റ് വിൽ ബി ഹാവിംഗ് ദ ലെങ്ത് അറൌണ്ട് 12 cm. ഈ ഫാരിങ്സിന് 3 റീജിയൻ ഉണ്ട്. അതായത് നമ്മുടെ ഈ വായ് ഓപ്പൺ ചെയ്യുന്ന ആ ഒരു കുഴല്, അതാണ് ഫാരിങ്സ് എന്ന് പറയുന്നത്. നമ്മുടെ മൂക്കും ആ ഒരു ഭാഗത്തേക്ക് തന്നെ ഓപ്പൺ ചെയ്യുന്നത്, ആ ഒരു റീജിയൻ നമ്മൾ നെയ്സോ ഫാരിങ്സ് എന്ന് പറയും. വായ് ഓപ്പൺ ചെയ്യുന്ന ഭാഗത്തിന് നമ്മൾ ഓറോ ഫാരിങ്സ് എന്ന് പറയും. അതേപോലെ നെക്സ്റ്റ്, അതായത് അത് കഴിഞ്ഞിട്ടുള്ള ഫാരിങ്സിന്റെ റീജിയൻ, അതിന് ലാരിഞ്ചോ ഫാരിങ്സ് എന്ന് പറയും. ലാരിഞ്ചോ ഫാരിങ്സ് റീജിയനിലാണ് അവിടെ അത്രയും വരെ ആ ഫാരിങ്സ് എന്ന് പറയുന്ന കോമൺ പാസേജ് ഓഫ് ഫുഡ് ആൻഡ് വിൻഡ് ആണ് കേട്ടോ. നമ്മൾ എടുക്കുന്ന എയറും അതുപോലെ ഫുഡൊക്കെ ഫാരിങ്സ് റീജിയനിൽ, അത് ഫാരിങ്സ് എന്ന് പറയുന്ന ഒരു കോമൺ പാസേജ് ഫോർ ഫുഡ് ആൻഡ് എയർ ആണ്, അല്ലെങ്കിൽ ഫുഡ്, വാട്ടർ ആൻഡ് എയർ. ആ ഫാരിങ്സിന്റെ ലാരിഞ്ചോ ഫാരിങ്സ് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ആ ലാരിഞ്ചോ ഫാരിങ്സ് ഇറ്റ് ഓപ്പൺസ് ടുവേർഡ്സ് ദ ഈസോഫാഗസ് പോസ്റ്റീരിയർലി, അതായത് ബാക്ക് സൈഡിൽ ഈസോഫാഗസിലേക്ക് തുറക്കും. ഫ്രണ്ട് സൈഡ് വി ക്യാൻ സി ഇറ്റ് ഈസ് ഓപ്പണിംഗ് ടു ട്രക്കിയ. എന്ന് പറഞ്ഞാൽ ആ ഫാരിങ്സ് രണ്ടായിട്ട്, പുറകിലേക്ക് ഓപ്പൺ ചെയ്യാം, മുമ്പിലേക്ക്. ആ ബാക്കിലേക്ക് posteriorly and anteriorly it is opening, and that opening it is guarded by a flap like structure, muscular flap like structure, that is called as epiglottis. Okay, so here the pharynx, it has 3 different regions. This is nasopharynx, this is oropharynx, this is laryngopharynx. Laryngopharynx, it opens to the windpipe or the trachea, and it also opens to esophagus, that is the next part of the alimentary canal, where this is guarded by a flap like structure called as epiglottis. Epiglottis എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ആണ് നമ്മുടെ ഫുഡും വാട്ടറും വന്നിട്ട് ഈസോഫാഗസ് വഴി കടത്തി വിടുന്നതും, അതേപോലെ ഫുഡിനെയും വാട്ടറിനെയും ട്രക്കിയയിലേക്ക് എൻട്രി ചെയ്യിപ്പിക്കാത്തത്. ചിലപ്പോൾ നമ്മൾ ഈ എപ്പിഗ്ലോട്ടിസ് ഗാർഡ് ചെയ്യുന്ന തെറ്റിപ്പോയാൽ, അല്ലെങ്കിൽ പെട്ടെന്ന് എപ്പിഗ്ലോട്ടിസിന് ക്ലോസ് ചെയ്യാൻ വിൻഡ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ വാട്ടറും ഫുഡും വരുന്ന സമയത്ത് അതിന് ക്ലോസ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ഗോ ടു ട്രക്കിയ. അപ്പോഴാണ് നമ്മൾ വല്ലാതെ കഫിങ് അല്ലെങ്കിൽ സ്നീസിങ് വഴി അതിനെ പുറത്തേക്ക് കളയാൻ ശ്രമിക്കുന്നത് കേട്ടോ. സോ ഹിയർ ദിസ് എപ്പിഗ്ലോട്ടിസ് ദാറ്റ് ഈസ് പ്രസന്റ് ഇൻ ദ ലാരിഞ്ചോഫാരിങ്സ് റീജിയൻ, ഇറ്റ് ഓപ്പൺസ് ദിസ് towards the trachea, and it will allow the passage of air through the trachea alone and water and food through the esophagus alone. Okay, now we can see this, or we can say like this also, trachea and esophagus together it opens to pharynx nu parayam, and that is guarded by epiglottis. Okay, and this pharynx last region, that is called as larynx, we said, right? A larynx nu parayna veru perana vocal cord, അല്ലെങ്കിൽ നമ്മുടെ സൗണ്ട് ബോക്സ്, നമ്മുടെ സൗണ്ട് കൺട്രോൾ ചെയ്യുന്ന ഈ പറയുന്ന ലാരിങ്സ് റീജിയൻ ആണ് കേട്ടോ. സോ ഫാരിങ്സ് ലാസ്റ്റ് റീജിയൻ, ദാറ്റ് ഈസ് കോൾഡ് ആസ് ലാരിങ്സ്. ലാരിങ്സ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ദ സൗണ്ട് ബോക്സ് or voice box, or we can say it as vocal cord. Now next part of this alimentary canal from pharynx, that is called as esophagus. Esophagus, it is 25 cm in length. Esophagus is 25 cm in length. Esophagus, it is 25 cm in length. Now you see, നമ്മൾ ഫുഡ് സ്വാളോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഫാരിങ്സിന്റെ ബിഗിനിങ്ങിലേ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ, ഫുഡ് സ്വാളോ ചെയ്യുന്നതിന്. കാരണം എന്താ, നമ്മുടെ ആ സോഫ്റ്റ് പാലേറ്റും അതുപോലെ തന്നെ ടങ്ങും, അതുപോലെ നമ്മൾ എന്താ പറയുക, ഇനഫ് ചൂയിങ് മെക്കാനിക്കൽ ഡൈജഷൻ കഴിഞ്ഞു തോന്നുമ്പോൾ നമ്മൾ ഫുഡ് ഫോളോ ചെയ്യുന്ന ഫസ്റ്റ് വോളണ്ടറി ആക്ഷൻ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന, നമുക്ക് ഡിസൈഡ് ചെയ്യാം വെദർ വി ഹാവ് ടു swallow it or spit it out.
അത് കഴിഞ്ഞ ഫാരിങ്സിലേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ then it will be going involuntarily. The food will be moving involuntarily. Then through the esophagus also it will be moving. In the food it passes through the esophagus through a peristaltic movement. ആ മൂവ്മെന്റിന് പറയുന്ന ഫുഡ് പാസ് ചെയ്യുന്ന മൂവ്മെന്റിന് പറയുന്നതാണ് പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് കേട്ടോ. അപ്പൊ ആ പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് അല്ലെങ്കിൽ rhythmic contraction and relaxation of the muscles present in the esophagus region that give a peristaltic movement and that will help in moving the food through the esophagus. Esophagusന്റെ length 25 centimeter ആണ്. അവിടെ ഒരു ഡൈജഷനും നടക്കുന്നില്ല കേട്ടോ. Now the next one, esophagus, it opens to the J-shaped structure called as the stomach. നമ്മുടെ സ്റ്റൊമക്ക് നമ്മുടെ അബ്ഡോമിന്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് ഇരിക്കുന്നത്. അതായത് ഇത് ഇങ്ങനെ വരുന്നത് ഇങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യുക. ഇറ്റ് ഹാസ് എ ജെ ഷേപ്പ്. സീ ഹിയർ ഇറ്റ് ഹാസ് എ ജെ ഷേപ്പ് ആൻഡ് ഇറ്റ് ഹാസ് 3 ഡിഫറെന്റ് റീജിയൻസ്. ദാറ്റ് ഈസ് വൺ ഈസ് ഫണ്ടസ്. ഫണ്ടസ് എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ ഇങ്ങോട്ട് കയറിയിരിക്കുന്ന ഭാഗമാണ് ഫണ്ടസ് എന്ന് പറയുന്നത്. ഈ ഫണ്ടസ് റീജിയനിൽ ഫുള്ള് ഗ്യാസ് ആയിരിക്കും ഫിൽ ആയിട്ടുള്ളത്. സോ ദ ഫണ്ടസ് റീജിയൻ ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് ഗ്യാസ് ആൻഡ് നെക്സ്റ്റ് ദ മേജർ ബോഡി ഓഫ് ദ സ്റ്റൊമക്ക്. അടുത്തത് മേജർ പാർട്ട് ഓഫ് ദ സ്റ്റൊമക്ക് ആണ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ കാർഡിയാക് റീജിയൻ. കാർഡിയാക് റീജിയൻ ഈസ് ദിസ് വൺ, ദ സെന്റർ പാർട്ട് ഓഫ് ദ സ്റ്റൊമക്ക് വേർ ദ ഫുഡ് വിൽ ബി ഫിൽഡ്. ആൻഡ് വി ക്യാൻ സി ദ ഫുഡ് ഇറ്റ് വിൽ അണ്ടർഗോ digestion in this region, mixing in this region. After that it will be slowly passed to the posterior part of the stomach. സ്റ്റൊമക്കിന്റെ അവസാന ഭാഗത്തേക്ക് നീങ്ങും. സ്റ്റൊമക്കിന്റെ അവസാന ഭാഗം എന്ന് പറയുന്നത് പൈലോറിക് സ്റ്റൊമക്ക് ആണ്. അതായത് പൈലോറിക് റീജിയൻ ഓഫ് ദ സ്റ്റൊമക്ക്. അപ്പൊ സ്റ്റൊമക്ക് ജെ ഷേപ്പിലാണ് ഇരിക്കുന്നത്. സ്റ്റൊമക്കിലേക്ക് ഈസോഫാഗസിൽ നിന്ന് ഫുഡ് വരുന്നത് ഒരു സ്പിങ്ക്റ്റർ മസിൽ വഴിയാണ്. ആ സ്പിങ്ക്റ്ററിനെ നമ്മൾ പറയും ഗ്യാസ്ട്രോ ഈസോഫാഗിയൽ സ്പിങ്ക്റ്റർ എന്ന് പറയും കേട്ടോ. ഗ്യാസ്ട്രോ ഈസോഫാഗിയൽ സ്പിങ്ക്റ്റർ, ഗ്യാസ്ട്രോ ഈസോഫാഗിയൽ സ്പിങ്ക്റ്റർ. അതേപോലെ ഈ സ്റ്റൊമക്കിന്റെ ഉള്ളിൽ ഫുഡ് കാണുന്ന കാർഡിയാക് റീജിയനിലായിരിക്കും. ഫണ്ടസിൽ ഗ്യാസ് ആയിരിക്കും. പൈലോറിക് റീജിയൻ ആണ് പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ദ സ്റ്റൊമക്ക് എന്ന് പറയുന്നത്. പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ദ സ്റ്റൊമക്ക് ഇറ്റ് വിൽ ഓപ്പൺസ് ടു ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ റീജിയൻ. സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ലെങ്ത് വന്നിട്ട് 6 മീറ്റർ ആണ് കേട്ടോ. സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ലെങ്ത് വന്നിട്ട് 6 മീറ്റർ. സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ലെങ്ത് വന്നിട്ട് 6 മീറ്റർ ആണ് അല്ലെ. ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് സ്റ്റൊമക്ക് ഓപ്പൺ ചെയ്യുന്നത് എന്ത് വഴിയാന്ന് ചോദിച്ചാൽ പൈലോറിക് സ്പിങ്ക്റ്റർ വഴിയാണ് കേട്ടോ. പൈലോറിക് സ്പിങ്ക്റ്റർ ത്രൂ ദ സ്റ്റൊമക്ക് ഓപ്പൺസ് ടു ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സ്റ്റൊമക്ക് സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് ഓപ്പൺ ചെയ്യുന്ന ഒരു വാൽവ് പൈലോറിക് സ്പിങ്ക്റ്റർ ആണ്. Now we can see small intestine പല ഭാഗങ്ങളുണ്ട്. One is duodenum. Duodenum is the first portion. It is C-shaped structure. ഈ C-shaped duodenumത്തിന്റെ ലെങ്ത് വന്നിട്ട് it has the length of 25 centimeter. Duodenumത്തിന്റെ ലെങ്ത് 25 centimeter ആണ് കേട്ടോ. The length of duodenum it is 25 centimeter. ഇത് പഴയ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്ന യു ഷേപ്പ് എന്നാണ്. യു ഹാവ് ടു റിമെമ്പർ ദിസ് ഇസ് നോട്ട് യു ഷേപ്പ്, ഇറ്റ് ഈസ് സി ഷേപ്പ്. യു ഷേപ്പും കറക്റ്റ് തന്നെയാണ്, തെറ്റൊന്നും ഇല്ല. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ സി ഷേപ്പ് എന്ന് കൊടുത്തേക്കുന്ന ഏത് പാർട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ഷുഡ് നോട്ട് ബി കൺഫ്യൂസ്ഡ്. Okay, so C-shaped duodenum it has the length of 25 centimeter. Duodenumത്തിലൊക്കെ എന്താ നടക്കുന്നത് വെച്ചാൽ ഡൈജഷൻ പാർട്ടാണ് duodenum എന്ന് പറയുന്നത്. Then after that we can see a highly coiled structure. Highly coiled structure that is jejunum. Jejunumത്തിന്റെ ഒക്കെ നീളം വന്നിട്ട് 2.5 meter ആണ്. അപ്പോൾ duodenumത്തിൽ നിന്ന് നെക്സ്റ്റ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ പോർഷൻ എന്ന് പറയുന്നത് jejunum ആണ്. Jejunum it has the length of 2.5 meter, and we can see this jejunum again it will be open to a highly coiled structure that is called as ileum. Jejunum open ചെയ്യുന്നത് എങ്ങോട്ടാണ്? ഇലിയത്തിലേക്കാണ്. ഇലിയത്തിന്റെ ലെങ്ത് വന്നിട്ട് 3.25 meter ആണ്. 3.25 meter is the length of ileum. Total small intestine length ഏകദേശം 6 meter ആണ്. ഇതിനകത്ത് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവട്ടെ. എല്ലാവരുടെയും സ്മോൾ ഇൻറ്റസ്റ്റൈൻ എക്സാക്ട് 6 meter അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. Generally we are saying 6 meter is the length of the small intestine and 25 centimeter the length of duodenum. Jejunum it has 2.5 meter and ileum it has 3.25 meter എന്ന് പറയുന്നത് മാത്രം. Now the next one we can see this small intestine it opens to the next part of the alimentary tract that is nothing but the cecum region. Cecum region it is just 6 centimeter. Cecumത്തിന്റെ ലെങ്ത് എത്രയാണ്? 6 centimeter length ഉള്ളൂ. ഈ cecum region എന്ന് പറയുന്നത് there the normal floras are grown in this cecum region. കുറേ ബാക്ടീരിയാസ് കാണുന്ന റീജിയൻ ആണ് cecum region. അതുകൊണ്ട് തന്നെ ഈ cecum regionിലേക്ക് വരുന്ന ഫുഡ് bacteria it will be further digested for absorbing the minerals as well as vitamins
വിറ്റാമിൻസും മിനറൽസും ഒക്കെ നമ്മുടെ ബോഡിയിൽ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണുന്ന നമ്മുടെ കുറെ നോർമൽ ഫ്ലോറാസ് ആണ് ഇവിടെ കാണുക. സാധാരണ ഒരു അഡൽട്ട് ആയിട്ടുള്ള ഹ്യൂമൻ ബീങ്ങിൽ സാധാരണ കാണുന്ന നോർമൽ ഫ്ലോറ എന്ന് പറയുന്നത് എസ്ക്രീഷ്യ കൊളൈ പോലത്തെ ബാക്ടീരിയ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷനും കാണാൻ പറ്റും സീക്കം റീജിയനിൽ. അതിന് നമ്മൾ പറയുന്ന പേരാണ് വെർമിഫോം അപ്പൻഡിക്സ്. വെർമിഫോം അപ്പൻഡിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വെസ്റ്റീഗിയൽ ഓർഗൻ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, എവല്യൂഷൻ ചാപ്റ്ററിൽ നമ്മൾ പറയുന്നുണ്ട് ഇറ്റ് ഈസ് എ വെസ്റ്റീഗിയൽ ഓർഗൻ. ഈ വെസ്റ്റീഗിയൽ ഓർഗന്റെ ഉള്ളിൽ എന്തെങ്കിലും അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള പാർട്ടിക്കിളൊക്കെ ട്രാപ്പ് ആവാനും അത് എങ്ങാനും ചെറിയ കോറോഷൻസ് എന്തെങ്കിലും ആ വെർമിഫോം അപ്പൻഡിക്സിൽ സംഭവിച്ചാൽ അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാവാനും, ഇൻഫ്ലമേഷൻ ഉണ്ടായ വെർമിഫോം അപ്പൻഡിക്സ് പൊട്ടാനും ചാൻസ് ഉണ്ട്. വെർമിഫോം അപ്പൻഡിക്സ് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസിലി ഈ നോർമൽ ഫ്ലോറാസ് ഒക്കെ നമ്മുടെ വയറിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ അബ്ഡോമിനൽ റീജിയനിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അവിടെ ഇരിക്കുന്ന എല്ലാ ടിഷ്യൂസിനെയും അത് ഇൻഫെക്ട് ചെയ്യാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അപ്പൻഡിസൈറ്റിസ്, വെർമിഫോം അപ്പൻഡിക്സ് when it is undergoing inflammation and breaking. ആ ഒരു ഡിസീസിന് പറയുന്ന പേരാണ് അപ്പൻഡിസൈറ്റിസ്. അപ്പൊ അപ്പൻഡിസൈറ്റിസ് വന്നാൽ വളരെ ഡേഞ്ചറസ് ആണ്. അത് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇൻഫെക്ഷൻ ആവും, പിന്നെ ഒരുപാട് ആന്റിബയോട്ടിക്സ് എടുക്കേണ്ടി വരും, അറിഞ്ഞില്ലെങ്കിൽ അത് ഫെയ്റ്റൽ ആവും എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പൊ അപ്പൻഡിസൈറ്റിസ് ഇത് സ്റ്റൊമക്കിന്റെ ഏത് ഭാഗത്താണ് കാണുക? ഇറ്റ് വിൽ ബി പ്രസന്റ് ഇൻ ദ റൈറ്റ് സൈഡ് ഓഫ് അവർ സ്റ്റൊമക്ക്. നമ്മുടെ റൈറ്റ് സൈഡിൽ, സ്റ്റൊമക്കിന്റെ റൈറ്റ് സൈഡിൽ ആയിട്ടാണ്, ലോവർ പാർട്ടിലായിട്ടാണ് എന്ത് കാണാം? വെർമിഫോം അപ്പൻഡിക്സ് കാണാം. അപ്പൊ ആ ഒരു പോർഷനിലായിരിക്കും നമുക്ക് അവിടെ എന്തെങ്കിലും സ്വെല്ലിങ്ങോ അല്ലെങ്കിൽ അപ്പൻഡിസൈറ്റിസിന്റെ എന്തെങ്കിലും ഒരു സിംറ്റം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേദന വരുന്നത്. Then this cecum, that is the length of cecum, it is 6 cm. It opens to the colon region. colon എന്ന് പറയുന്നത് ലാർജ് ഇൻറ്റസ്റ്റൈനിന്റെ മേജർ പോർഷൻ ആണ് colon എന്ന് പറയുന്നത്. കൊളോണിന് 3 റീജിയൻ ഉണ്ട്, 4 റീജിയൻ ഉണ്ട്. ദാറ്റ് ഈസ് അസെൻഡിങ് കൊളോൺ, ട്രാൻസ്വേഴ്സ് കൊളോൺ, ഡിസെൻഡിങ് കൊളോൺ ആൻഡ് സിഗ്മോയിഡ് കൊളോൺ. കൊളോണിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 1.25 മീറ്റർ ആണ് കേട്ടോ. See here, colon totally it will be having the length of 1.25 meter. 1.25 meter it is the length of this colon. Colonന്റെ ലെങ്ത് വന്നിട്ട് 1.25 മീറ്റർ ആണ്. See here, ascending colon എന്ന് പറഞ്ഞാൽ ലോവർ അബ്ഡോമിനിന്ന് കുറച്ച് മേലേക്ക് റൺ ചെയ്യുന്ന കൊളോണിയാണ് അസെൻഡിങ് കൊളോൺ എന്ന് പറയാം. ട്രാൻസ്വേഴ്സ് കൊളോൺ എന്ന് പറയുന്നത് അതിന് നമ്മുടെ സ്റ്റൊമക്കിലെ ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ പോകുന്നത്. പിന്നെ ഡിസെൻഡിങ് കൊളോൺ, ദെൻ ഇറ്റ് ഓപ്പൺസ് ടു ദ നെക്സ്റ്റ് റീജിയൻ, ദാറ്റ് ഈസ് സിഗ്മോയിഡ് കൊളോൺ. സിഗ്മോയിഡ് കൊളോൺ എന്ന് പറഞ്ഞാൽ കുറച്ച് കർവ് പോലെ ആയിരിക്കും ആ കൊളോൺ റീജിയൻ ഇരിക്കുന്നത്. അവിടെയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫീക്കൽ മാറ്ററിൽ നിന്ന് ഉള്ള ഏതെങ്കിലും ഡ്രഗ്സിൻ്റെയോ അതേപോലെ തന്നെ വാട്ടറിൻ്റെയൊക്കെ അബ്സോർപ്ഷൻ നടക്കുന്ന ഈ പറയുന്ന കൊളോൺ റീജിയനിൽ നിന്നാണ്. എക്സസീവ് ഇറ്റ് ഈസ് നീഡഡ്, നമ്മുടെ ബോഡിയിലേക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഉള്ള അബ്സോർപ്ഷൻ നടക്കുന്ന കൊളോൺ റീജിയനിൽ നിന്നായിരിക്കും. സിഗ്മോയിഡ് കൊളോൺ ഓപ്പൺ ചെയ്യുന്ന നെക്സ്റ്റ് റീജിയൻ ദാറ്റ് ഈസ് കോൾഡ് ആസ് റെക്ടം. റെക്ടത്തിന്റെ നീളം എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ ആണ് കേട്ടോ. റെക്ടം ഇറ്റ് വിൽ ബി ഹാവിംഗ് ദ ലെങ്ത് ഓഫ് അറൌണ്ട് 15 സെന്റിമീറ്റർ. Rectum it will be having the length of 15 centimeter. Then that opens to anal canal. Anal canal like open ചെയ്യും. Anal canal ന്റെ length വന്നിട്ട് 2 centimeter ആണ്. ആ anal canal it has 2 centimeter length and it opens to the opening called as anus. Anusന് 2 sphincter ഉണ്ട്. The internal involuntary sphincter is there. External voluntary anal sphincter is there. അതായത് ഇന്റേണൽ സ്പിങ്ക്ടർ എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക, ഈ റെക്ടം റീജിയനിൽ വന്ന ഫീക്കൽ മാറ്റർ അടിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, റെക്ടം എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ നീളമുണ്ട് അല്ലെ, ആ 15 സെന്റിമീറ്റർ നീളത്തിൽ നമ്മുടെ ഇജക്റ്റ് ആയി പോകുന്ന വേസ്റ്റ് മെറ്റീരിയൽ വന്ന് കൂടി കഴിയുമ്പോൾ ആ റെക്ടം റീജിയനിൽ ഒരുതരം പ്രഷർ ഉണ്ടാവുകയും ആ പ്രഷർ നമ്മുടെ ബ്രെയിനിലേക്ക് പോവുകയും ബ്രെയിനിൽ നിന്ന് റെക്ടം റീജിയനിലേക്ക് ഒരു റിതമിക് കൺട്രാക്ഷൻ ഉണ്ടാവുകയും ചെയ്യും. ആ റിതമിക് കൺട്രാക്ഷൻ ആണ് നമ്മുടെ ഡെഫിക്കേഷന് കാരണമാണ്, അതായത് ഫീക്കസ് റിമൂവ് ആയി പോകാൻ കാരണമാണ്. ആ ഡെഫിക്കേഷന് വേണ്ടിയിട്ടുള്ള റിതമിക് കൺട്രാക്ഷൻ റെക്ടത്തിൽ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇന്റേണൽ ഏനൽ സ്പിങ്ക്ടർ ഓപ്പൺ ആവും. ഇന്റേണൽ ഏനൽ സ്പിങ്ക്ടർ ഓപ്പൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഫീക്കൽ മാറ്റർ ഇറ്റ് വിൽ സ്റ്റാർട്ട് പാസിങ് ത്രൂ ദ ഏനൽ കനാൽ. ഏനൽ കനാലിൽ കൂടെ പാസ് ചെയ്യും. പക്ഷേ ഈ വി ആർ നമ്മളിപ്പോൾ എന്താ പറയുക, ടോയ്ലറ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തല്ല നിൽക്കുന്നതെങ്കിൽ ആ എക്സ്റ്റേണൽ സ്പിങ്ക്ടർ ഓഫ് ഏനൽ കനാൽ ദാറ്റ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ അവർ സെൽഫ്. നമുക്ക് വോളണ്ടറി ആക്ഷൻ കൊടുക്കാവുന്ന ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. So that voluntary anal sphincter which is present externally, that will be that can be controlled and that to a certain extent. Then after that the defecation it occurs through the anus. Anus is the
opening of the alimentary canal in the posterior part of our body. അപ്പം ഇതാണ് നമ്മുടെ എലിമെന്ററി കനാൽ എന്ന് പറയുന്നത്. നമ്മുടെ എലിമെന്ററി കനാൽ എന്ന് പറയുന്നത് എന്തൊക്കെ ഉൾപ്പെടുന്നതെന്ന് വെച്ചാൽ മൗത്ത്, ബക്കൽ ക്യാവിറ്റി അല്ലെങ്കിൽ ഓറൽ ക്യാവിറ്റി, ദെൻ ഫാരിങ്സ്, ദെൻ esophagus, then after that the stomach, then small intestine, large intestine, and the rectum region, and this one anal canal. Okay. അപ്പോൾ ഇവിടെ ഡൈജഷൻ മേജർലി നടക്കുന്നത് മൗത്തിന്റെ ഉള്ളിൽ കുറച്ച് ഡൈജഷൻ നടക്കും, കാരണം മൗത്തിലേക്ക് കുറച്ച് എൻസൈംസിന്റെ സെക്രീഷൻ ഉണ്ട്. അതേപോലെ നമുക്ക് കാണാം ഡൈജഷൻ പിന്നെ നടക്കുന്നത് സ്റ്റൊമക്കിന്റെ ഉള്ളിലാണ്. സ്റ്റൊമക്കിന്റെ ഉള്ളിൽ ഒരു പരിധി വരെ ഡൈജഷൻ നടക്കുള്ളൂ. മാക്സിമം ഡൈജഷൻ ഇറ്റ് ഒക്കേഴ്സ് ഇൻ ദ ഡിയോഡിനം റീജിയൻ. ഡിയോഡിനം റീജിയനിലാണ് മാക്സിമം ഡൈജഷൻ നടക്കുന്നത്. അതേപോലെ ജെജുനം ഇലിയം റീജിയനിലാണ് മാക്സിമം അബ്സോർപ്ഷൻ നടക്കുന്നത്. ഓക്കെ, മാക്സിമം അബ്സോർപ്ഷൻ നടക്കുന്നത് ജെജുനം ഇലിയം റീജിയനിലാണ്. അതേപോലെ കുറച്ച് അബ്സോർപ്ഷൻ ഒക്കെ എവിടെ നടക്കും? ലാർജ് ഇൻറ്റസ്റ്റൈനിൽ നടക്കും. അതേപോലെ റെക്ടം റീജിയനിൽ വന്നിട്ടായിരിക്കും ഫീക്കൽ മാറ്റർ സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇജക്ഷനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇജക്ട് ചെയ്ത് പോകുന്ന ഫീക്കൽ മാറ്റർ ഇറ്റ് വിൽ ബി പാസിംഗ് ത്രൂ ദ കൊളോൺ ആൻഡ് റെക്ടം റീജിയൻ. അത് നമ്മുടെ ജെജുനം ഇലിയം റീജിയൻ എത്തുമ്പോഴത്തേക്കും മാക്സിമം അതിന്റെ അബ്സോർപ്ഷൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദ എലിമെന്ററി ട്രാക്ട് സ്ട്രക്ചർ. അതിന്റെ ലെങ്ത് അടക്കം പഠിച്ചോ. കാരണം എന്താ വെച്ചാൽ ഇത് എക്സാക്ട് ഈ ഒരു ലെങ്ത് തന്നെ ചോദിക്കണം ഒരു നിർബന്ധവും ഇല്ല. എന്നാലും നമുക്ക് ഇത്രയും ഒരു ഇത് എന്താ പറയാ മെഷർമെന്റ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇഫ് ദേ ആസ് ദ ലെങ്ത് ഓഫ് ഫാരിങ്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം 12 സെന്റിമീറ്റർ അല്ലെങ്കിൽ 15 സെന്റിമീറ്റർ വരെയൊക്കെ കൊടുക്കുള്ളൂ. അപ്പൊ ആ ഒരു മെഷർമെന്റ് കാണുമ്പോൾ തന്നെ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ഫാരിങ്സ്. അപ്പൊ ഇത്രയും ഒരു ഭാഗം ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതിന്റെ ഓരോന്നിന്റെ ലെങ്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ഭാഗത്തും എന്താണ് നടക്കുന്നത്. അത്യാവശ്യം കുറച്ച് സ്ഫിങ്ക്റ്റർ മസിൽസിന്റെ പേര് മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഏതൊക്കെയാണ് സ്ഫിങ്ക്റ്റർ മസിൽസ് പഠിച്ചത്? ഗ്യാസ്ട്രോയിസോഫാഗിയസ് സ്ഫിങ്ക്റ്റർ പഠിച്ചു, പൈലോറിക് സ്ഫിങ്ക്റ്റർ പഠിച്ചു. അതുപോലെ തന്നെ we studied about ileocecal sphincter is there. Okay, I forgot to say that. ഈ ഇലിയോ ഉണ്ടല്ലോ, ഇലിയത്തിൽ നിന്ന് സീക്കൽ റീജിയനിലേക്ക് എൻട്രി ചെയ്യുന്ന ആ ഒരു ഫുഡ് പാർട്ടിക്കിൾസ്, ഇതിനെ നമ്മൾ ഇലിയോസീക്കൽ സ്ഫിങ്ക്റ്റർ എന്ന് പറയും. ഇലിയോസീക്കൽ സ്ഫിങ്ക്റ്റർ. അതേപോലെ തന്നെ ഈ ഏനസി എന്നുള്ള സ്ഫിങ്ക്റ്റർ ആണ് എക്സ്റ്റേണൽ ഏനൽ സ്ഫിങ്ക്റ്ററും ഇന്റേണൽ ഏനൽ സ്ഫിങ്ക്റ്ററും. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ എലിമെന്ററി ട്രാക്ട്. എലിമെന്ററി ട്രാക്ടിനെ പറ്റിയിട്ട് നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് പഠിക്കേണ്ടത് നമ്മുടെ ഹിസ്റ്റോളജി ഓഫ് ഗട്ട് ആണ്. അതായത് ടിഷ്യൂസ്, ഹൗ ഇറ്റ് ഈസ് അറേഞ്ച്ഡ് ഇൻ ദ ഗട്ട്. അതായത് നമ്മുടെ ഈ എലിമെന്ററി ട്രാക്റ്റിൽ എങ്ങനെയാണ് ഡിഫറെന്റ് ലെയേഴ്സ് ഓഫ് ടിഷ്യൂസ് കാണുന്നത്. അത് ആ ഓരോ ടിഷ്യൂ ലെയറും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. So that we will study in the next session.